മുസ്ലിം കേന്ദ്രങ്ങളിലാണ് MEC7 പ്രവർത്തനം കേന്ദ്രീകരിച്ചിരിക്കുന്നത് എന്നും ഇവരുടെ സമുദായ താൽപര്യം സംശയാസ്പദമാണെന്നും SYS കുറ്റപ്പെടുത്തുന്നു. NDFന്റെ ആദ്യകാലത്ത് കായിക പരിശീലനമാണ് തുടങ്ങിയതെന്നും SYS കോഴിക്കോട് ജില്ലാ സെക്രട്ടറി മുഹമ്മദ് അലി കിനാലൂർ ഓർമ്മിപ്പിച്ചു. നിശ്ചിത കാലയളവിൽ വളരെ വേഗത്തിൽ ഒരേ സ്വഭാവത്തിൽ പല ഭാഗങ്ങളിലായിട്ട് ഇതേപോലൊരു പ്രഭാത വ്യായാമ പരിപാടി വരുന്നു. അത് സ്വാഭാവികമായിട്ടും അതിന് പിറകിലൊരു സംഘടിത ശക്തി ഉണ്ടാകണം. ഒരാളുടെ തലയിൽ ഉദിച്ച് അത് വളരെ വേഗത്തിൽ വ്യാപിച്ചു എന്ന വിശദീകരണം അത്ര നിഷ്കളങ്കമല്ല. അപ്പോൾ ഇതിന് പിറകിലുള്ള സംഘടന ഏതാണ്, ഇതിൻ്റെ ഏജൻസി ഏതാണ് എന്ന ചോദ്യമാണ് ഉന്നയിച്ചിരുന്നത്. പിന്നെ രണ്ടാമത് ഉന്നയിച്ചിരുന്ന ഒരു കാര്യം, ഇത് മലബാറിൽ വിശേഷിച്ച് കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ മുസ്ലിം പോക്കറ്റുകളെയാണ് കേന്ദ്രീകരിക്കുന്നത്. എന്തിനാണ് ഇങ്ങനെ മുസ്ലിം പോക്കറ്റുകളെ കേന്ദ്രീകരിക്കുന്നത്? അപ്പോൾ ഇതൊരു മുസ്ലിം സമുദായത്തിനകത്തേക്ക് ഇറങ്ങി നിൽക്കാനുള്ള, കയറി വരാനൊക്കെ ഉള്ളൊരു പരിപാടിയായാണോ ഇവർ കാണുന്നത്, ഇതിൻ്റെ സംഘാടകർ കാണുന്നത്? ഈ രണ്ട് ചോദ്യങ്ങളാണ് സാമൂഹിക മാധ്യമങ്ങളിൽ ഞാൻ ഉൾപ്പെടെ പ്രധാനമായി ഉന്നയിച്ചത്. ഷഹീദ് മുഹമ്മദ് അലി കിനാലൂർ പറയുന്നത് പോലെ ഇത് അത്ര നിഷ്കളങ്കമായ ഒരു പ്രവൃത്തിയല്ല എന്നാണ് പറയുന്നത്. ബുദ്ധി ഏതാണ് നമ്മൾ സൂചിപ്പിച്ചത്. കാന്തപുരം വിഭാഗത്തിൻ്റെ തന്നെ യുവജന സംഘടനയായ SYSന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയാണ് മുഹമ്മദ് അലി കിനാലൂർ. അദ്ദേഹം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സമൂഹ മാധ്യമങ്ങൾ, പ്രത്യേകിച്ചും ഫേസ്ബുക്ക് വഴി വളരെ ശക്തമായ രീതിയിലുള്ള വിമർശനങ്ങളും ചോദ്യങ്ങളും ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മുസ്ലിം കേന്ദ്രങ്ങളെ ഈ വ്യായാമം നടത്തുന്ന ഈ MEC7ന്റെ അധികൃതർ ഇപ്പോൾ അതിന് കേരളത്തിൽ വലിയ സംഘാടകർ അല്ലെങ്കിൽ ഒരു അംബാസിഡർ എന്നൊക്കെ പറഞ്ഞ് ബാബ തുറക്കൽ എന്ന് പറഞ്ഞ അദ്ദേഹമുണ്ട്. അദ്ദേഹത്തിന് നമ്മൾ സംസാരിച്ചിരുന്നു, അത് നമുക്ക് അടുത്ത ഘട്ടത്തിൽ നമുക്ക് കേൾക്കാൻ കഴിയും. അദ്ദേഹമൊക്കെ പറയുന്നത് ഇത് എല്ലാ വിഭാഗങ്ങളുമുള്ള ഒരു സംവിധാനമാണ്. അങ്ങനെ മതപരമായോ സംഘടനാപരമായോ അങ്ങനെ വൈജാത്യമോ ഒന്നുമില്ല, എല്ലാവർക്കും പങ്കെടുക്കാമെന്നൊക്കെ പറയുന്നു. പക്ഷേ മുഹമ്മദ് അലി കിനാലൂർ സൂചിപ്പിച്ചതുപോലെ ഇത് മുസ്ലിം പോക്കറ്റുകളിൽ, മുസ്ലിങ്ങൾ കൂടുതൽ താമസിക്കുന്ന ഇടങ്ങൾ, നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ ഉണ്ടാവുമല്ലോ, നമ്മൾ സമ്മിശ്രമായാണ് കഴിയുന്നെങ്കിൽ പോലും കൂടുതൽ മുസ്ലിങ്ങൾ കഴിയുന്ന സ്ഥലങ്ങളൊക്കെ അവിടെ കേന്ദ്രീകരിക്കാനാണ് ഇവിടെ കൂടുതൽ ഉത്സാഹം കാണിക്കുന്നത്. മുസ്ലിം വിശ്വാസികളെയാണ് കൂടുതൽ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നത്. ഒപ്പം തന്നെ അതിൽ ഏറ്റവും കൗതുകകരമായ ഒരു കാര്യം, ഇതൊരു പൊതു സംവിധാനമാണ് എന്ന് അവർ പറയുമ്പോഴും ഇസ്ലാം മത വിശ്വാസികൾ പ്രകടിപ്പിക്കുന്ന രീതിയിൽ ഒരു സലാം പറയലൊക്കെ മുസ്ലിം മത ആചാരപ്രകാരമുള്ള, അല്ലെങ്കിൽ അത് വിശ്വാസികൾ പരസ്പരം കൈമാറുന്ന ഒരു സന്ദേശമാണ്. ഈ സലാം പറയുന്നതിനെ കുറിച്ചൊക്കെ ഇവർ പറയുന്ന ഒരു വീഡിയോ ഒക്കെ നമുക്ക് ഒരു ഘട്ടത്തിൽ കാണാൻ കഴിഞ്ഞിരുന്നു. അതായത് നമ്മൾ വ്യത്യസ്ത സംഘടനകളിൽ കഴിയുന്ന ആളുകളാണെങ്കിൽ പോലും നമുക്ക് ഒരു കുടക്കീഴിൽ നമ്മൾ എത്തുകയും പരസ്പരം പിരിയുന്ന സമയത്ത് സലാം പറഞ്ഞ് പിരിയുകയും ചെയ്യുക എന്നുള്ളതൊക്കെ നമ്മുടെ രീതിയാകണം എന്നൊക്കെ അവർ പറയുന്നത് നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ടായിരുന്നു. ഈ പോപ്പുലർ ഫ്രണ്ട് വന്നപ്പോഴും അല്ലെങ്കിൽ NDF വന്നപ്പോഴും സമാനമായ ഒരു സന്ദേശമാണ് സമൂഹത്തിനിടയിൽ നൽകിയിരുന്നത്. അതായത് വ്യത്യസ്തമായ മുസ്ലിം, നമുക്കറിയാം കേരളത്തിൽ വിവിധങ്ങളായ ഓരോ നാരീഴ കീഴിലുള്ള ആശയവ്യത്യാസത്തിന് പേരിൽ വ്യത്യസ്ത മുസ്ലിം സംഘടനകളുണ്ട്. ഇവരെ എല്ലാം ഒരേ കുടക്കീഴിൽ, നമ്മളങ്ങനെ ഭിന്നിച്ച് നിൽക്കേണ്ടവരല്ല, നമ്മളെല്ലാവരും ഒരേ കുടക്കീഴിൽ ഒരുമിച്ച് നിൽക്കേണ്ടവരാണ്, ഐക്യ സ്വഭാവത്തിൽ നിൽക്കേണ്ടവരാണ് എന്നുള്ള സന്ദേശം നൽകുകയും അതിനുവേണ്ടിയുള്ള ചില പ്രത്യേകമായ ക്ലാസുകൾ, മുതിർന്ന നേതാക്കളെ അടക്കം NIA കസ്റ്റഡിയിൽ വയ്ക്കുകയും ചെയ്ത സാഹചര്യത്തിൽ വീണ്ടും ഈ പോപ്പുലർ ഫ്രണ്ടിന് വേരാഴ്ത്താനുള്ളൊരു സാഹചര്യം എന്നോണമായിരിക്കുമോ ഇത്തരത്തിൽ ഒരു നീക്കം ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത് എന്നാണോ ആരോപണം? അത് തന്നെയാണ് ഉയരുന്നത്. ഇപ്പോൾ നിലവിൽ കേരളത്തിൽ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രധാനപ്പെട്ട അതിൻ്റെ മുതിർന്ന നേതാക്കന്മാരും സംസ്ഥാന ദേശീയ നേതാക്കന്മാരും ഒക്കെ ഇപ്പോൾ ജയിലിൽ കഴിയുന്ന സാഹചര്യമുള്ള സംഘടന നിരോധിക്കപ്പെട്ടു കഴിഞ്ഞു. അതിപ്പോൾ പ്രവർത്തിക്കുന്നില്ല. സ്വാഭാവികമായും അതിൽ പ്രവർത്തിക്കുന്ന ആയിരക്കണക്കിന് പ്രവർത്തകരുണ്ടാകും, അതിൻ്റെ രണ്ടാം കിട നേതാക്കന്മാരുണ്ടാകും, അല്ലെങ്കിൽ സംസ്ഥാന തലത്തിൽ തന്നെ ഈ നിരവധി നേതാക്കന്മാർ ഇപ്പോഴും കഴിയുന്നുണ്ട്, ഇവിടെയുണ്ട്. അപ്പം സ്വാഭാവികമായും അവർക്ക് പ്രവർത്തിക്കാനുള്ള ഒരു ഇടം അവർ കണ്ടെത്താനുള്ള ഒരു അന്വേഷണം നടത്തുകയും അവരുടെ ഒരു രീതി വെച്ച് അവരങ്ങനെ വെറുതെ അങ്ങനെ നിൽക്കുന്നവരല്ല, എന്തെങ്കിലും പ്രവർത്തിക്കുക എന്നുള്ളതാണ് അവരുടെ രീതി. അങ്ങനെ ഇത്തരം ഒരു സ്പേസ്, വ്യായാമ മുറ, അല്ലെങ്കിൽ അതിലൂടെ ഒരുപക്ഷെ ഇത് സ്ഥാപിച്ച സലാഹുദ്ദീന്, ഒരു സൈനിക ഉദ്യോഗസ്ഥനായ സലാഹുദ്ദീന് എന്ത് താല്പര്യമാണ് ഉണ്ടായിരുന്നത് എന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ അത് പിന്നീട് ഇത്തരം ചില ആളുകളുടെ കൈകളിലേക്ക് പതുക്കെ എത്തുകയും അവരുടെ മുൻകൈ എടുത്ത് ഇതിനെ വ്യാപിപ്പിച്ചു, കേരളത്തിലുടനീളം വ്യാപിപ്പിക്കാനുള്ള വ്യാപനം ഉണ്ട് എങ്കിൽ അതിൽ കൃത്യമായ ഇടപെടലും ആവശ്യമാണ്.